ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്കിൽ ചലഞ്ച് ആണ് നമ്മൾ ഇനി തുടങ്ങാൻ പോകുന്ന ലോകത്ത് സ്വാധീനിച്ച വിപ്ലവങ്ങൾ. 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അത് ബേസ് ചെയ്ത് നമുക്ക് പഠിക്കുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് നമുക്ക് കൂടുതൽ പ്രയോജനം ചെയ്യും. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. കുമാരനാശാൻ്റെ ഉത്ബോധനം എന്ന കവിതയിൽ നിന്നുള്ള വരികൾ രേഖപ്പെടുത്തിയ ഫലകമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എന്താണത്? സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. മനുഷ്യ ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഈ വരികൾ ഓർമ്മപ്പെടുത്തുന്നു. നാം ഓരോരുത്തരും നിത്യജീവിതത്തിൽ എന്തെല്ലാം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്? എല്ലായിടത്തും എല്ലാവർക്കും സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നോ? പല നാട്ടിലും സാധാരണക്കാർക്ക് നാം ഇന്ന് അനുഭവിക്കുന്നത് പോലെയുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനതയ്ക്ക് അത് നേടിക്കൊടുക്കാൻ സമരമാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വന്നു. ചിലർ സഹന സമരത്തിൻ്റെ മാർഗം തിരഞ്ഞെടുക്കുമ്പോൾ മറ്റു ചിലർ സായുധ സമരത്തിൻ്റെ പാത സ്വീകരിച്ചു. സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിഷേധിക്കുന്ന നിലവിലിരിക്കുന്ന വ്യവസ്ഥതയെ മാറ്റി പുതിയ ഒന്നിനെ സ്ഥാപിക്കാനാണ് ഈ സമരങ്ങളിൽ ഓരോന്നും ശ്രമിച്ചത്. അതുപോലെ അവ വിപ്ലവങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ നിലവിലിരിക്കുന്ന വ്യവസ്ഥതയുടെ മാറ്റത്തിനെയാണ് നമ്മൾ വിപ്ലവങ്ങൾ എന്ന് പറയുന്നത്. ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകം നവോത്ഥാനമാണ്. നവോത്ഥാനത്തെക്കുറിച്ച് മുൻ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത ഓർമ്മയുണ്ടല്ലോ. ഇതൊക്കെ കുട്ടികളുടെ ക്ലാസ്സുകളുടെ കാര്യമാണ് പറഞ്ഞത്. റെനൈസൻസ് എന്നാണ് നവോത്ഥാനത്തെക്കുറിച്ച്. നവോത്ഥാനത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് ഇറ്റലിയാണ്. നവോത്ഥാനം മനുഷ്യൻ്റെ ചിന്തയിലും കാഴ്ചപ്പാടിലും ജീവിതത്തിലും ശ്രദ്ധേയമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. അത് കുമാരനാശാൻ്റെ ഒരു ഉത്ബോധനം എന്ന കവിതയിലാണ്. നമ്മൾ കലയും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെയും നമുക്ക് പ്രയോജനം വരുന്ന കാര്യങ്ങളാണ്. കുമാരനാശാൻ്റെ ഒരു ഉത്ബോധനം എന്ന കവിതയിലാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ഈ കവിതയിലെ ഭാഗങ്ങൾ അടങ്ങിയിരിക്കുന്നത്. യുക്തിരഹിതമായ വിശ്വാസങ്ങളെയും സമ്പ്രദായങ്ങളെയും ചോദ്യം ചെയ്യാൻ നവോത്ഥാനത്തിൻ്റെ ഫലമായി രൂപം കണ്ട ഈ പുതിയ കാഴ്ചപ്പാടുകൾ മനുഷ്യനെ പ്രേരിപ്പിച്ചു. നവോത്ഥാനത്തിൻ്റെ ഫലമായി ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി 18ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ ജ്ഞാനോദയത്തിന് രൂപം നൽകി. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത തുടങ്ങിയ ആശയങ്ങൾ ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ചു. അന്ന് നിലവിലുണ്ടായിരുന്ന ഏകാധിപത്യ വ്യവസ്ഥയെ എതിർക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക് ഇത് പ്രചോദനം നൽകി. ഈ എതിർപ്പുകൾ പല നാടുകളിലും ജനകീയ വിപ്ലവമായി വികസിച്ചു. അത്തരം ചില വിപ്ലവങ്ങളെയും അവയുടെ ഫലങ്ങളെയും കുറിച്ച് നമുക്ക് ഓരോന്നും ചർച്ച ചെയ്യാം. അതായത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം 18ാം നൂറ്റാണ്ടിലെ രണ്ടാം പകുതിയോടെ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമായിരുന്നു ഇത്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഈ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറയുന്ന മുദ്രാവാക്യത്തിൻ്റെ രൂപം നൽകിയത് ജെയിംസ് ഓട്ടീസ് ആണ്. ഭരണ പങ്കാളിത്തമാണ് ഇതുകൊണ്ട് അവർ ആവശ്യപ്പെട്ടത്. ശക്തമായ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായാണ് അമേരിക്കൻ ജനത പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ജെയിംസ് ഓട്ടീസ്, ഇവിടെ നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യമാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, ജെയിംസ് ഓട്ടീസ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മുദ്രാവാക്യമാണിത്. ശക്തമായ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായാണ് അമേരിക്കൻ ജനത ഈ മുദ്രാവാക്യം ഉയർത്തിയത്. അതിനിടയാക്കിയ സാഹചര്യം എന്താണെന്ന് പരിശോധിക്കാം.
16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു കുടിയേറ്റത്തിൻ്റെ പ്രധാന ലക്ഷ്യം. 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ കിഴക്കൻ തീരങ്ങളിൽ 13ഓളം കോളനികൾ സ്ഥാപിക്കുകയുണ്ടായി. അമേരിക്കയിലെ കുടിയേറ്റത്തെക്കുറിച്ച് 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു. ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതിയാണ് അവരെ അങ്ങനെ വിളിച്ചത്. പിൻകാലത്ത് ഇവർ റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെടുന്നു. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ മേഫ്ലർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത്. ഇവർ തീർത്ഥാടക പിതാക്കന്മാർ എന്നറിയപ്പെട്ടു. യൂറോപ്യൻ കുടിയേറ്റം വ്യാപകമായതോടെ റെഡ് ഇന്ത്യക്കാർ ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടിയോടിക്കപ്പെട്ടു. അവയുടെ ഭൂമിയും ആട്ടിൻപറ്റവും യൂറോപ്യർ കവർന്നു. അമേരിക്കയിലെ കുടിയേറ്റം എന്ന് പറഞ്ഞാൽ 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു. ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതിയാണ് അവരെ അങ്ങനെ വിളിച്ചത്. പിൻകാലത്ത് ഇവർ റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെട്ടു. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്നാണ് 17-ാം നൂറ്റാണ്ടിൽ മേഫ്ലർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത്. ഇവർ തീർത്ഥാടക പിതാക്കന്മാർ അല്ലെങ്കിൽ പിൽഗ്രിംസ് ഫാദർ എന്നറിയപ്പെട്ടു. യൂറോപ്യൻ കുടിയേറ്റം വ്യാപകമായതോടെ റെഡ് ഇന്ത്യക്കാർ ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടിയോടിക്കപ്പെട്ടു. അവരുടെ ഭൂമിയും ആട്ടിൻപറ്റങ്ങളും യൂറോപ്യർ കവർന്നു. ഇത് അമേരിക്കയിലെ കുടിയേറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. തങ്ങളുടെ വ്യവസായങ്ങൾക്കാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനിയെ കണക്കാക്കി. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പാക്കിയ വാണിജ്യ നയം മെർക്കന്റിലിസം എന്നറിയപ്പെട്ടു. അപ്പോൾ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിലെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനിയിൽ നടത്തിയ വാണിജ്യ നയം അറിയപ്പെട്ടത് മെർക്കന്റിലിസം എന്നാണ്. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പാക്കിയ വാണിജ്യ നയം അറിയപ്പെട്ടിരുന്നത് മെർക്കന്റിലിസം എന്നറിയപ്പെട്ടു. മെർക്കന്റിലിസത്തിൻ്റെ ഭാഗമായി നിരവധി നിയമങ്ങൾ ഇംഗ്ലീഷുകാർ കോളനികളിൽ നടപ്പാക്കി. അപ്പോൾ നമുക്ക് എന്താണ് മെർക്കന്റിലിസം നിയമം എന്ന് നമുക്ക് നോക്കാം. മെർക്കന്റിലിസം എന്ന് പറഞ്ഞ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോളനിയിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനിയിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. കോളനിയിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖനങ്ങൾ, ലൈസൻസുകൾ തുടങ്ങിയവയെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിക്കണം. കോളനികൾ ഉൽപ്പാദിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവുള്ളൂ. കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. കോളനിയിലേക്ക് ഇറക്കുമതി ചെയ്ത തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. കോളനികളിൽ നിന്ന് കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനിയിൽ നിർമ്മിച്ച കപ്പലിലോ ആയിരിക്കണം. കോളനികളിൽ ഉൽപ്പാദിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയച്ചിരുന്നുള്ളൂ.
കോളനിയിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാനപത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവരെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിക്കണം. കോളനിയിൽ നിലനിർത്തിയിരിക്കുന്ന ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിലുള്ള താമസസ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകിയിരിക്കണം. ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നുവന്നു. ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നുവന്നു. 1773 ഡിസംബർ 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി അമേരിക്കയിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധമുയർന്നു. അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടി 1773 ഡിസംബർ 16 രാത്രി റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച് ബോസ്റ്റണിൽ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിടുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് അറിയപ്പെടുന്നത്. ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് 1773 ഡിസംബർ 16. മനുഷ്യൻ ചില മൗലികാവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞ ആളാണ് ജോൺ ലോക്ക്. മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞ ആളാണ് ജോൺ ലോക്ക്. തോമസ് പെയിൻ ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. വൻകര ഒന്നാകെ സമ്മേളിക്കുന്നു. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിനെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികൾ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഇത് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നു. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഇതാണ് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നത്. ജോർജിയയാണ് ഇതിനകത്ത് പങ്കെടുക്കാത്ത രാജ്യം. ജോർജിയ ഒഴികെയുള്ള കോളനികൾ 1774 ഫിലാഡൽഫിയയിലാണ് സമ്മേളിച്ചത്. തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരങ്ങൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് കോളനി ജനത ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകി. എന്നാൽ രാജാവ് ജനങ്ങളെ അടിച്ചമർത്താനായി സൈന്യത്തെ അയച്ചു. ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിച്ചു. 1775 ഫിലാഡൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ജോർജ് വാഷിംഗ്ടനെ കോണ്ടിനെൻ്റൽ സൈന്യത്തെ തലവനായി തിരഞ്ഞെടുത്തു. ഈ സമയം തോമസ് പെയിൻ തൻ്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖനത്തിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിഞ്ഞതാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർണമായ പ്രവൃത്തിയെന്ന് പ്രഖ്യാപിച്ചു. ഈ സമയം തോമസ് പെയിൻ തൻ്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖനത്തിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വിവേകപൂർണമായ പ്രവൃത്തിയെന്ന് പ്രഖ്യാപിച്ചു. 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവർ തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ ഒരു ഭാഗമാണ് നൽകിയിട്ടുള്ളത്.
മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ഈ പ്രഖ്യാപനത്തിൽ നിന്ന് കണ്ടെത്താം? എല്ലാ മനുഷ്യരും തുല്യമാണ്. എല്ലാവരും ചില അവകാശങ്ങളുണ്ട്. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനിയും തമ്മിൽ ആരംഭിച്ച യുദ്ധം 1781 അവസാനിച്ചു. 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനിയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായി ഭരണഘടന തയ്യാറാക്കി. പുതിയ ഭരണഘടനാ പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യ നാടുകളുടെ ആദ്യ പ്രസിഡന്റായി ജോർജ് വാഷിംഗ്ടൺ തിരഞ്ഞെടുക്കപ്പെട്ടു. അമേരിക്കൻ ഐക്യനാടുകളുടെ രൂപീകരണത്തിലേക്ക് നയിച്ച വിവിധ സംഭവങ്ങൾ ഉൾക്കൊള്ളിച്ച ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കുന്നത് കുട്ടികൾ ആക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അമേരിക്കയിൽ നിലവിലിരുന്ന വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ ഈ സ്വാതന്ത്ര്യ സമരത്തിന് കഴിഞ്ഞു. പിൻകാല ലോക ചരിത്രത്തിൽ ഇത് ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി. അപ്പോൾ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് തോമസ് പെയിൻ തൻ്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖനം എന്ന് പറയുന്ന ലഘുലേഖനത്തിൻ്റെ ആരെഴുതിയതാണ്? തോമസ് പെയിൻ. എല്ലാ മനുഷ്യരും തുല്യമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാകാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ജീവിതം, സ്വാതന്ത്ര്യം, ജീവിത സൗഖ്യം എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ അവയിൽ ഉൾപ്പെടുന്നവയാണ്. ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഭരിക്കപ്പെടുന്നവരുടെ അംഗീകാരം ലഭിച്ച ഭരണകൂടങ്ങൾ രൂപീകരിക്കപ്പെടണം. എന്തെങ്കിലും ഭരണം ഈ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലാവുകയാണെങ്കിൽ അതിനെ മാറ്റുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാനുള്ള അവകാശം ജനങ്ങൾക്കു. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാനുണ്ട്. നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഫ്രഞ്ച് വിപ്ലവം. ഞാനാണ് രാഷ്ട്രം. രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്. അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. അത് പറഞ്ഞാണ് ലൂയി 14 ഞാനാണ് രാഷ്ട്രം. രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്. അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞൊരു വ്യക്തി കൂടിയാണ് ലൂയി 14. വേഴ്സായ് കൊട്ടാരമാണ് ഈ കാണുന്നത്. വേഴ്സായ് കൊട്ടാരം. എനിക്ക് ശേഷം പ്രളയം. ലൂയി 15. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടെ? മേരി ആൻ്റോണിയേറ്റ് പറഞ്ഞ വാക്കുവാണ്. വളരെ സങ്കോചമായിട്ടുള്ള ചിന്താഗതിയുള്ളൊരു വ്യക്തിയായിരുന്നു മേരി ആൻ്റോണിയേറ്റ്. 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിൻ്റെ ഭരണം നിയന്ത്രിച്ചിരുന്നവരുടെ ചില പ്രസ്താവനകളും അവരുടെ അധികാര കേന്ദ്രമായ വേഴ്സായ് കൊട്ടാരത്തിൻ്റെ ചിത്രവുമാണ് മുകളിൽ നൽകിയിട്ടുള്ളത്. ഇതിൽ നിന്ന് അക്കാലത്ത് ഫ്രാൻസിൽ നിലനിന്ന ഭരണത്തെക്കുറിച്ച് ഏതെല്ലാം വിവരങ്ങൾ കണ്ടെത്താം? ഏകാധിപത്യ ഭരണമാണ് നിലനിന്നിരുന്നത്. ഭരണാധികാരികൾ ധൂർത്തന്മാരായിരുന്നു. ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഭരണ സമ്പ്രദായത്തിന് കീഴിൽ ജനങ്ങളുടെ സ്ഥിതി എങ്ങനെയായിരിക്കും? ചുവടെ തന്നിട്ടുള്ള വഴികൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ്. ഫ്രാൻസിൽ 10-ൽ 9 പേരും പട്ടിണി കൊണ്ട് മരിച്ചപ്പോൾ 10ാമത്തെയാൾ ദഹനക്കേട് ബാധിച്ചാണ് മരിച്ചത്. ഫ്രാൻസിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും ദുരിതത്തിലായിരുന്നുവെന്നും ഭരണാധികാരി ഉൾപ്പെടെ ന്യൂനപക്ഷം ആഡംബരവും ധൂർത്തും നിറഞ്ഞ ജീവിതമാണ് നയിച്ചതെന്നും ഇതിന് ഉദാഹരണമാണ്. ഫ്രാൻസിൽ നിലനിന്നിരുന്ന സാമ്പത്തിക അസമത്വങ്ങളായിരുന്നു ഈ അവസ്ഥ സൃഷ്ടിച്ചത്. ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായി തിരിച്ചിരുന്നു. അവ എസ്റ്റേറ്റുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 3 എസ്റ്റേറ്റുകളായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഫ്രഞ്ച് സമൂഹത്തെക്കുറിച്ചുള്ള കൂടുതൽ
വിവരങ്ങൾ നമുക്ക് ഈ ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കാം. ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പുരോഹിതന്മാരാണ്. ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചു. കർഷകരിൽ നിന്ന് തിഥേ എന്ന പേരിലുള്ള നികുതി പിരിച്ചു. എല്ലാത്തരം നികുതികളിലും ഒഴിവാക്കപ്പെട്ടിരുന്നു. എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ഒരു എസ്റ്റേറ്റാണ് ഒന്നാമത്തെ എസ്റ്റേറ്റ്. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദ്ധതികൾ നിയന്ത്രിച്ചു. രണ്ടാമത്തെ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പ്രഭുക്കന്മാരാണ്. സൈനിക സേവനം നടത്തി. കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ചു. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുത്തു. നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. ആഡംബര ജീവിതം നയിച്ചു. വിശാലമായ ഭൂപ്രദേശം കൈവശു. രണ്ടാമത്തെ എസ്റ്റേറ്റ്. മൂന്നാമത്തെ എസ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കുകാർ എന്നിവിട അടങ്ങിയുള്ള മധ്യവർഗം, കർഷകർ, കൈത്തൊഴിലാളികൾ, ഇതൊക്കെയാണ് മൂന്നാമത്തെ എസ്റ്റേറ്റുകൾ. ഭരണത്തിൽ ഒരവകാശവുമില്ല. തെലേ എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാരിന് നൽകണം. താഴ്ന്ന സാമൂഹ്യ പദ്ധതി പ്രഭുക്കന്മാരും പുരോഹിതന്മാർക്കും നികുതി നൽകണം. ഭരണത്തിൽ ഒരവകാശവുമില്ല. തെലേ എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാരിന് നൽകണം. താഴ്ന്ന സാമൂഹിക പദ്ധതി പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകണം. ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചു. കർഷകരിൽ നിന്ന് തിഥേ എന്ന പേരിലുള്ള നികുതി പിരിച്ചു. എല്ലാത്തരം നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദ്ധതികൾ നിയന്ത്രിച്ചു. രണ്ടാമത്തെ എസ്റ്റേറ്റ് പ്രഭുക്കന്മാർ. സൈനിക സേവനം നടത്തി. കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ചു. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുത്തു. നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. ആഡംബര ജീവിതം നയിച്ചു. വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചു. ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാർ. രണ്ടാമത്തെ എസ്റ്റേറ്റ് പ്രഭുക്കന്മാർ. മൂന്നാമത്തെ എസ്റ്റേറ്റ് കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കുകാർ എന്നിവയടങ്ങിയ മധ്യവർഗമാണ് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉള്ളത്. ഭരണത്തിൽ ഒരവകാശവുമില്ല. തെലേ എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാരിന് നൽകണം. താഴ്ന്ന സാമൂഹിക പദവിയാണ് അവർക്ക്. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകണം. വോൾട്ടയർ എന്ന് പറയുന്നത് പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ആളാണ് വോൾട്ടയർ. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നമുക്ക് വ്യക്തികളെക്കുറിച്ച് പഠിക്കാനുണ്ട്. വോൾട്ടയർ എന്ന് പറയുന്നത് പുരോഹിതന്മാരുടെ ചൂഷണത്തെക്കുറിച്ച് പരിഹസിച്ച വ്യക്തിയാണ്. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിച്ച ആളാണ്. സ്വാതന്ത്ര്യമായി ജനിച്ച മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രധാനം വ്യക്തമാക്കിയ ആളാണ് റൂസോ. ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ച വ്യക്തിയും കൂടിയാണ് റൂസോ. മോണ്ടെസ്ക്യൂ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു. ഗവൺമെൻറ്റിനെ നിയമപ്രകാരം കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചു. അപ്പോൾ വോൾട്ടയർ, റൂസോ, മോണ്ടെസ്ക്യൂ ഇവർ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. വോൾട്ടയർ, റൂസോ, മോണ്ടെസ്ക്യൂ. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ആളാണ് വോൾട്ടയർ. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവന ഉയർത്തിയ ആളാണ് റൂസോ. ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് ഇവയ്ക്ക് വളരെയധികം ഭേദ്യമായിട്ടുള്ള ബന്ധമാണുള്ളത്. നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തെ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവെന്നാണ് വോൾട്ടയർ അറിയപ്പെടുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് വോൾട്ടയർ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകനാണ് റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്ന് പറയുന്നത് നെപ്പോളിയനാണ്.
ഇനി മൂന്നാം എസ്റ്റേറ്റിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിക്കാം. ഫ്രാൻസിലെ ബൂർബൻ രാജാക്കന്മാർ, പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ തുടങ്ങിയവർ നയിച്ച ആഡംബര ജീവിതം, ധൂർത്ത്, യുദ്ധങ്ങൾ എന്നിവയ്ക്കും തുടർച്ചയായ വരൾച്ചയ്ക്കും കൃഷിനാശവും ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമായ അവസ്ഥയായി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ കോളനികളിലെ സമ്പത്തും സൈന്യവും നൽകി ഫ്രാൻസിലെ ഭരണാധികാരികൾ സഹായിച്ചതും സാമ്പത്തിക പ്രതിസന്ധികളെ രൂക്ഷമാക്കി. ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിനായി 1789 ചക്രവർത്തി ലൂയി 16 ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. 1789 ചക്രവർത്തി ലൂയി 16 ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. ഫ്രഞ്ച് സമൂഹത്തെ പോലെ സ്റ്റേറ്റ് ജനറലിന് 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. ഓരോ എസ്റ്റേറ്റുകളിലും ഓരോ വോട്ട് മതിയെന്നും അംഗത്തിലും ഓരോ വോട്ട് വേണ്ട എന്നും രാജാവിൻ്റെ അനുകൂലത്തിനുള്ള ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ വാദിച്ചു. എന്നാൽ 3 എസ്റ്റേറ്റുകളിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് തന്നെ വേണമെന്നായിരുന്നു കോമൺസ് എന്നറിയപ്പെടുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റിൻ്റെ അവകാശം. വോട്ട് ചെയ്യുന്നതിൻ്റെ തർക്കം തുടരവെ മൂന്നാമത്തെ എസ്റ്റേറ്റിൻ്റെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചു. അവർ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്നാണ് അവർ പ്രതിജ്ഞ ചെയ്തത്. ഇത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് അറിയപ്പെട്ടു. 1789 ജൂലൈ 14 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർബൻ രാജ്യങ്ങളുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർക്കുകയുണ്ടായി. ഇതിനെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായിട്ടാണ് കരുതുന്നത്. ബാസ്റ്റിൽ ജയിലിൻ്റെ തകർച്ചയെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായിട്ടാണ് കരുതുന്നത്. 1789 ജൂലൈ 14 1789 ജൂലൈ 14 ബാസ്റ്റിൽ ജയിൽ തകർത്തത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തു. 1789 ആഗസ്റ്റ് 12 ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി. 1789 ഒക്ടോബർ പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേഴ്സായ് കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. 1789 ഒക്ടോബർ പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായി വേഴ്സായ് കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. 1792 സെപ്റ്റംബർ പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിലെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. 1793 ജൂലൈ ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതായി റോബിസ്പിയറിൻ്റെ നേതൃത്വത്തിൽ ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. മിറാബോ, ടാൻടൺ തുടങ്ങിയവർ ഇതിലെ അംഗങ്ങളായിരുന്നു. ശത്രുക്കളെന്ന് തോന്നിയ എല്ലാവരെയും അവർ ഗില്ലറ്റിൻ എന്ന യന്ത്രം ഉപയോഗിച്ച് നിഷ്കരുണം വധിച്ചു. നിരവധി പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഇതിനിരയായി. ലൂയി 16 ഭാര്യ മേരി ആൻ്റോണിയറ്റും ഗില്ലറ്റിന് ഇരയായവരിൽ പെടുന്നു. അവസാനം റോബിസ്പിയറും ഗില്ലറ്റിന് ഇരയായി. 1794 ജൂലൈ വരെ നീണ്ടുനിന്ന ഈ ഭരണം ഭീകരവാഴ്ച എന്ന് അറിയപ്പെട്ടു. റീജൻ ഓഫ് ടെറർ
1793 ജൂലൈ ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി റോബീസ്പിയറുടെ നേതൃത്വത്തിൽ ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. ഫ്രഞ്ച് വിപ്ലവം ഫ്രാൻസിൽ നിന്നും മടങ്ങി മറ്റിടങ്ങളിലേക്ക് പോയ ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനത്തെ തുടർന്ന് ആസ്ട്രിയൻ ഭരണാധികാരിയായിരുന്ന മെറ്റർണിക്ക് പറഞ്ഞ അഭിപ്രായമാണിത്. മെറ്റർണിക്ക് എന്ത് കൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്? ഫ്രഞ്ച് വിപ്ലവം അറിയപ്പെടുന്ന ദേശീയത ആഭിമുഖ്യത്തെ വഴിയൊരുക്കി, മധ്യവർഗത്തിൻ്റെ വളർച്ചയെ സഹായിച്ചു, ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകി, രാജ്യമെന്നാൽ പ്രദേശമല്ല രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചു, യൂറോപ്യൻ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യം കുറിക്കുകയും സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണി ആവുകയും ചെയ്തു. പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയത്തിൻ്റെ പ്രചരണം മധ്യവർഗത്തിൻ്റെ വളർച്ചയെ സഹായിച്ചു. ഫ്രഞ്ച് വിപ്ലവവും ഇന്ത്യയും. ലോകത്താകമാനം സ്വാധീനം ചെലുത്തിയ ഫ്രഞ്ച് വിപ്ലവം മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെയും സ്വാധീനിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാടുന്ന ഒരു തന്ത്രമായിരുന്നു ടിപ്പു പ്രഭുക്കന്മാരായ സംഘത്തെ കണക്കാക്കി. പൗരനായ ടിപ്പു എന്ന പേര് സ്വീകരിച്ച അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്തു. ലോകത്താകമാനം സ്വാധീനം ചെലുത്തിയ ഫ്രഞ്ച് വിപ്ലവം മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെയും സ്വാധീനിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാടാനുള്ള ഒരു തന്ത്രമായി ടിപ്പു ഫ്രഞ്ചുകാരുമായിട്ടുള്ള സംഘത്തെ കണക്കാക്കി. പൗരനായ ടിപ്പു എന്ന പേരു സ്വീകരിച്ച അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിൽ അംഗമാവുകയും ചെയ്തു. ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പാസാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ ഭാഗങ്ങളുണ്ട്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ലക്ഷ്യങ്ങളും സ്വാധീനവും. നെപ്പോളിയനും ഫ്രഞ്ച് വിപ്ലവവും. മഹത്തായ ലക്ഷ്യങ്ങൾക്കായി വിപ്ലവം നടത്തിയ ഫ്രഞ്ച് ജനതയ്ക്ക് കുറച്ചു കാലം നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ഏകാധിപത്യ ഭരണത്തിൽ കീഴിൽ കഴിയേണ്ടി വന്നു. ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം വരിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചത് നെപ്പോളിയനായിരുന്നു. 1799 അദ്ദേഹം ഫ്രാൻസിൻ്റെ അംഗീകാരം പിടിച്ചെടുത്തു. ഒരു ഏകാധിപത്യമായിരുന്നെങ്കിലും നിരവധി പരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പാക്കി. ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ചില ആശയങ്ങളും ലക്ഷ്യങ്ങളുമാണ് ഈ പരിഷ്കാരങ്ങൾക്ക് പ്രചോദനമായത്. കർഷകരെ കൃഷിഭൂമിയുടെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്ന ആളാണ് നെപ്പോളിയൻ. കർഷകരെ കൃഷിഭൂമിയിലേക്ക് ഉടമകളാക്കി. പൊതുകടം ഇല്ലാത്തതാക്കാൻ സിക്കിംഗ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച ഒരു പുതിയ നിയമസംഹിതയുണ്ടാക്കി. നെപ്പോളിയൻ്റെ കാലഘട്ടത്തിൽ ഫ്രാൻസിൽ ദേശീയത ശക്തിപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നൊന്നായി ആക്രമിച്ച നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങൾ യൂറോപ്പിലാകമാനം വ്യാപിക്കുകയോ എന്ന് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെട്ടു. ഇംഗ്ലണ്ടിൻ്റെ നേതൃത്വത്തിൽ അവർ സംഘടിച്ചു. നെപ്പോളിയൻ അല്ല, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങളെയാണവർ ഭയപ്പെടുന്നത്. 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ യൂറോപ്യൻ സഖ്യസേനയോട് പരാജയപ്പെട്ട നെപ്പോളിയന് അധികാരം നഷ്ടപ്പെട്ടു.
നെപ്പോളിയൻ്റെ കാലഘട്ടത്തിൽ ഫ്രാൻസിൽ ദേശീയത ശക്തിപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നൊന്നായി ആക്രമിച്ച നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങൾ യൂറോപ്പിലാകമാനം വ്യാപിക്കുകയും എന്ന് മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെട്ടു. ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ആശയങ്ങൾ നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങളും നയങ്ങളും. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. ഇതായിരുന്നു വീട്, ഇതാണ് സ്ഥലം. ചോളത്തിൻ്റെ കൊഴുത്ത കതിരുകൾ ഉയർന്നു പൊങ്ങിയതെവിടെയാണ്? ഇവിടെയാണവ ചുവന്ന ഹിമപാതം പോലെ വീണ്ടും വീണ്ടും കൊഴിഞ്ഞു വീണത്. ചെമ്മരിയാടിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ അഴിച്ചെടുക്കപ്പെട്ടത് എവിടെയാണ്? കാമുകന്മാർക്കും ശ്മശാനങ്ങൾക്കും അമ്മമാർക്കും പ്രാർത്ഥനകൾക്കും പടയാളികൾക്കും ഉടുപ്പ് തുന്നുവാൻ മാച്ചുപിച്ചു നീ കുഴിച്ചു മൂടിയ അടിമയെ എനിക്ക് തരൂ. മാച്ചുപിച്ചുവിൻ്റെ ഉയരങ്ങൾ. ഫാബ്ലോ നെരൂദ. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാരത്തിൻ്റെ കേന്ദ്രങ്ങളിലൊന്നായ മാച്ചു പിച്ചുവിൻ കണ്ട കാഴ്ചയാണ് ലാറ്റിൻ അമേരിക്കൻ കവി ഫാബ്ലോ നെരൂദ വിവരിക്കുന്നത്. വിഭവങ്ങളുടെ സമൃദ്ധി. ചോളകൃഷി ഉണ്ടായിരുന്നു. ചെമ്മരി ആടുകളെ വളർത്തിയിരുന്നു. വ്യാപാരത്തിലൂടെ സമ്പത്ത് നേടിയിരുന്നു. ഈ സാമ്പത്തിക അഭിവൃദ്ധിയെ ചൂഷണം ചെയ്തതാണ് സ്പെയിൻകാരും പോർച്ചുഗീസുകാരും ലാറ്റിൻ അമേരിക്കയെ കോളനിയാക്കിയത്. കോളനി ഭരണം ജനജീവിതത്തെ എങ്ങനെയാണ് ബാധിച്ചതെന്ന് പരിശോധിക്കാം. സ്പെയിൻമാരും പോർച്ചുഗീസുകാരും തങ്ങളുടെ ഭാഷയും മതവും ആചാരവും അവിടെ പ്രചരിപ്പിച്ചു. സ്പാനിഷ് ശൈലിയിൽ വീടുകളും ദേവാലയങ്ങളും നിർമ്മിക്കുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. സ്പാനിഷ് കൃഷിരീതികളും കാർഷിക വിളകളും കോളനികളിൽ നടപ്പാക്കി. യൂറോപ്പിൽ നിന്ന് പുതിയ രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കൻ ജനതയിലേക്ക് പകർന്നു. എല്ലാ രംഗങ്ങളിലും വംശീയ വിവേചനം പുലർത്തി. ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ സമ്പത്തും വിഭവങ്ങളും കൊള്ളയടിച്ചു. കോളനിക്കാരെ അടിമകളെപ്പോലെ പണിയെടുപ്പിച്ചു. ജോസെ ഡെ സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാഡ, സൈമൺ ബൊളീവർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുണ്ടായ വിപ്ലവത്തിലൂടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വന്തമാകാൻ തുടങ്ങി. റഷ്യൻ വിപ്ലവം. ഞങ്ങൾ തൊഴിലാളികളാണ്. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ തൊട്ട് കൂറ്റൻ യന്ത്രങ്ങൾ വരെ സർവ്വതും നിർമ്മിക്കുന്നത് ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ്. എന്നാൽ അതേ സമയം തന്നെ സ്വന്തം മനുഷ്യ അഭിമാനത്തിനു വേണ്ടി പൊരുതാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. ഞങ്ങളെ ആർക്കു വേണമെങ്കിലും അവരുടെ കാര്യസാധ്യത്തിന് ഉപയോഗിക്കാം. കാലാന്തരത്തിൽ മുഴുവൻ അധികാരവും സ്വന്തം കയ്യിലെടുത്താൻ അപ്പോൾ നമ്മൾ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.